നമസ്കാരം, ഞാൻ ഉന്മേഷ് ശിവരാമൻ. വാർത്താമഴയിലേക്ക് വിശദമായി. ഇടുക്കി മതമ്പയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. ടാപ്പിംഗ് തൊഴിലാളിയായ പുരുഷോത്തമനാണ് കൊല്ലപ്പെട്ടത്. ലാൽ കൃഷ്ണൻ വിവരങ്ങളുമായി ഇപ്പോൾ തൊടുപുഴയിൽ നിന്ന് ചേരുന്നുണ്ട്. ലാൽ, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഉന്മേഷ, നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം അനുസരിച്ച് ഈ മതമ്പ എന്ന് പറയുന്ന പ്രദേശത്തിന്റെ പ്രത്യേകത ആദ്യം പറയാം. മതമ്പ കുട്ടിക്കാനത്ത് നിന്ന് മുണ്ടക്കയത്തേക്ക് പോകുന്ന പാതയിലുള്ള ഒരു പ്രദേശമാണ്. വനമേഖലയോട് ചേർന്നാണ് ഇവരുടെ തോട്ടമുള്ളത്. ഈ തോട്ടം ഇവർ പാട്ടത്തിനെടുത്ത് നടത്തുന്നതാണ് എന്നുള്ളതാണ് വിവരം. പുരുഷോത്തമൻ, അതായത് തമ്പലക്കാട് സ്വദേശി പുരുഷോത്തമനും പുരുഷോത്തമന്റെ മകനും ചേർന്നാണ് ഈ തോട്ടം നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ രാവിലെ ടാപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ഇരുവരും ചേർന്ന് മതമ്പയിലുള്ള തോട്ടത്തിലേക്ക് എത്തുന്നത്. ടാപ്പിംഗ് നടത്തുന്നതിനിടയിലാണ് അവിടേക്ക് അപ്രതീക്ഷിതമായി കാട്ടാന എത്തുന്നത്. ആദ്യഘട്ടത്തിൽ കാട്ടാന മകനെയും പിന്നീട് പുരുഷോത്തമനെയും ഓടിക്കുകയായിരുന്നു. മകൻ ഓടി രക്ഷപ്പെടാൻ സാധിച്ചുവെങ്കിലും പുരുഷോത്തമന് ഓടി രക്ഷപ്പെടാൻ സാധിച്ചില്ല, താഴെ വീഴുകയായിരുന്നു. തുടർന്ന് പുരുഷോത്തമനെ കാട്ടാന ചവിട്ടിക്കൊല്ലുകയായിരുന്നു എന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരം. നാട്ടുകാരെല്ലാം ഓടിക്കൂടി ബഹളം വച്ചതിനെ തുടർന്നാണ് കാട്ടാന അവിടെ നിന്ന് കാട്ടിലേക്ക് പിന്തിരിഞ്ഞ് മാറാൻ തന്നെ തയ്യാറായത്. കാട്ടിലേക്ക് കയറിയിട്ടുണ്ട് കാട്ടാന. പക്ഷേ പുരുഷോത്തമനെ ആശുപത്രിയിലേക്ക് എത്തിക്കാൻ സാധിച്ചുവെങ്കിലും പക്ഷേ ജീവൻ രക്ഷിക്കാൻ അവർക്കാർക്കും സാധിച്ചില്ല. ഈ പ്രദേശത്ത് തുടർച്ചയായിട്ടുള്ള കാട്ടാന ആക്രമണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഒരു സ്ത്രീ കാട്ടാനാക്രമണത്തിൽ ഇതേ പ്രദേശത്ത് തന്നെ കൊല്ലപ്പെടുന്ന സ്ഥിതിയും ഉണ്ടായത്. സംഭവം ആവർത്തിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതും മറ്റൊരു വിവരം തന്നെയാണ്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എത്തിയാണ് ഇവരുടെ തോട്ടം നടത്തിക്കൊണ്ടിരുന്നത്. നിലവിൽ മുണ്ടക്കയത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. കാട്ടാനാക്രമണം പതിവാകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ പലകുറി ഉയർത്തിയിട്ടുണ്ട് എങ്കിൽ പോലും നഷ്ടപരിഹാരത്തിൽ മാത്രം വിഷയം ഒതുങ്ങി നിൽക്കുന്നു എന്നുള്ളതാണ് പ്രദേശവാസികളടക്കമുള്ളവർ ചൂണ്ടിക്കാണിക്കുന്നത്. പകൽ സമയങ്ങളിലോ രാത്രിയോ ഇതിലൂടെ നടന്നു പോകാൻ പോലും കഴിയാത്ത, ഇരുചക്ര വാഹനങ്ങളിലും പോകാൻ കഴിയാത്ത സ്ഥിതി പ്രദേശവാസികൾക്കുണ്ട് എന്ന് പറയുന്നു. തുടർച്ചയായ കാട്ടാനാക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് ജനങ്ങളുടെ പ്രതിഷേധവും ആ മേഖലയിൽ ശക്തമായി തുടരുകയാണ്. ഉന്മേഷ്, ശരി, ലാൽ തുടരുക. ഇപ്പോൾ പീരുമേട് എം.എൽ.എ. ശ്രീ വാഴൂർ സോമൻ ടെലിഫോൺ ലൈനിൽ. ശ്രീ വാഴൂർ സോമൻ, ഒരു ജീവൻ കൂടി പൊലിഞ്ഞിരിക്കുകയാണ് സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ. ഇത് അങ്ങനെ കാട്ടാനയുടെ ശല്യമുള്ള ഒരു മേഖലയാണോ? താങ്കൾക്ക് എന്തൊക്കെ വിവരങ്ങൾ ലഭ്യമാകുന്നുണ്ട് ശ്രീ വാഴൂർ സോമൻ? ഈ കാട്ടാന കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി മതമ്പയിൽ തന്നെ നിൽക്കുകയായിരുന്നു. ഈ വിവരം ഞാൻ DFOയെ അതേപോലെ തന്നെ റേഞ്ച് ഓഫീസറെ അറിയിച്ചിരുന്നു. ഇന്നലെ RRT ടീമെല്ലാം അവിടെ രാത്രി വരെ ഉണ്ടായിരുന്നു. എന്നാൽ നിർഭാഗ്യമെന്ന് പറയട്ടെ, അവിടെ പണിക്കെത്തിയ അമ്പലക്കാട് സ്വദേശി പുരുഷോത്തമനെയാണ് കാട്ടാന അടിച്ച് കൊന്നിട്ടുള്ളത്. പുരുഷോത്തമൻ ഡെഡ് ബോഡി ഇപ്പോൾ മുണ്ടക്കയം മെഡിക്കൽ ട്രസ്റ്റിൽ എത്തിച്ചിരിക്കുകയാണ്. ഇവിടെ സ്ഥിരമായ ഇതിന് 6 മാസങ്ങൾക്ക് മുമ്പാണ് മറ്റൊരു മരണം നടന്നത്. ഇത് വലിയ പ്രശ്നമായി തീർന്നിട്ടുണ്ട്. വളരെ വേദനാജനകമായ സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ശരി, പീരുമേട് എം.എൽ.എ. വാഴൂർ സോമനാണ് ഇപ്പോൾ അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിയത്. നേരത്തെ ലാൽകൃഷ്ണനാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. കാട്ടാനാക്രമണത്തിൽ ഒരു മരണം കൂടി സംസ്ഥാനത്ത്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ മലയാളി കന്യാസ്ത്രീകളുടെ മോചനത്തിൽ കൃത്യമായ ഉറപ്പ് പറയാതെ കേരളത്തിൽ നിന്നുള്ള BJP സംഘം അനുഭാവപൂർവ്വം പരിഗണിക്കാമെന്നാണ് ഛത്തീസ്ഗഡ് സർക്കാർ പ്രതികരണമെന്ന് റായ്പൂരിലെത്തിയ BJP ജനറൽ സെക്രട്ടറി അനൂപ് ആന്റണി പറഞ്ഞു. UDF എംപിമാരുടെ സംഘം ഛത്തീസ്ഗഡിലെത്തി. CPIM നേതാവ് ബൃന്ദ കാരാട്ടും LDF എംപിമാരുടെ സംഘവും ഇന്ന് ഛത്തീസ്ഗഡിലെത്തും. അതേസമയം വിഷയം ചർച്ച ചെയ്യണമെന്ന പ്രതിപക്ഷത്തിന്റെ ആവശ്യം രാജ്യസഭാ ഉപാധ്യക്ഷൻ തള്ളി. മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റ് രാജ്യത്ത് വലിയ വിവാദമായതോടെയാണ് രാഷ്ട്രീയ പാർട്ടികൾ പ്രതിനിധികളെ ഛത്തീസ്ഗഡിലേക്ക് അയച്ചത്. NK പ്രേമചന്ദ്രൻ, ബെന്നി ബെഹനാൻ, ഫ്രാൻസിസ് ജോർജ് എന്നിവരടങ്ങുന്ന UDF സംഘം ക്രൈസ്തവ സഭാ നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തി. ജയിലിലെത്തി കന്യാസ്ത്രീകളെയും കണ്ടു. BJP പ്രതിനിധി അനൂപ് ആന്റണി ആഭ്യന്തര വകുപ്പിന്റെ ചുമതല വഹിക്കുന്ന ഛത്തീസ്ഗഡ് ഉപമുഖ്യമന്ത്രി വിജയ് ശർമ്മയുടെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തി. എന്നാൽ മോചനത്തിൽ വ്യക്തമായ ഉറപ്പില്ലാതെയായിരുന്നു കൂടിക്കാഴ്ചയ്ക്ക് ശേഷം അനൂപ് ആന്റണിയുടെ പ്രതികരണം. സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഈ വിഷയത്തിൽ നീതിപൂർവമായി ഈ കാര്യങ്ങൾ പരിഹരിക്കാൻ വേണ്ടുള്ള എല്ലാ സഹായങ്ങളും അദ്ദേഹം നൽകാമെന്ന് ഉറപ്പു നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ നിയമവശമായി ഈ വിഷയത്തിൽ കൂടുതൽ നിയമോപദേശം അദ്ദേഹം തേടിയിട്ടുണ്ട്. ഈ വിഷയത്തിൽ നിയമപരമായി ഈ വിഷയത്തിൽ എങ്ങനെയൊക്കെ കേരളത്തിലെ സമൂഹത്തെ സഹായിക്കാനാകുമോ, ക്രൈസ്തവ സമൂഹത്തെ സഹായിക്കാനാകുമോ, അതെല്ലാം ചെയ്യാമെന്ന് അദ്ദേഹവും അദ്ദേഹത്തിന്റെ സർക്കാരും ഉറപ്പു നൽകിയിട്ടുണ്ട്. CPIM നേതാവ് ബൃന്ദ കാരാട്ട്, ലോക്സഭാ കക്ഷി നേതാവ് K രാധാകൃഷ്ണൻ, രാജ്യസഭാ അംഗങ്ങളായ AA റഹീം, PP സുനീർ, ജോസ് കെ മാണി എന്നിവരും ഛത്തീസ്ഗഡിലെത്തും. ഇടതുപക്ഷ MPമാർ ഛത്തീസ്ഗഡിലേക്ക് പോവുകയാണ്. ഞാനും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് നേതാവ് ജോസ് കെ മാണിയും അതുപോലെ തന്നെ രാജ്യസഭയിലെ AA റഹീമും അതുപോലെ തന്നെ സുനീറും ഉൾപ്പെടെയുള്ള 4 അംഗ MPമാരാണ് ഇടതുപക്ഷത്തിൻ്റെ. അതിനോടൊപ്പം തന്നെ
പാർട്ടി നേതാവായിട്ടുള്ള വൃന്ദ കാരാട്ടും ഉണ്ടാകും. ജാമ്യാപേക്ഷ നൽകുന്ന കാര്യത്തിലടക്കം ഉടൻ തീരുമാനമുണ്ടാകുമെന്നാണ് കരുതുന്നത്. വെള്ളിയാഴ്ച അറസ്റ്റിലായ കന്യാസ്ത്രീമാർ ദുർഗ് സെൻട്രൽ ജയിലിൽ തുടരുകയാണ്. 24 ഛത്തീസ്ഗഡ്. കന്യാസ്ത്രീകൾ മതപരിവർത്തനമോ മനുഷ്യക്കടത്തോ നടത്തിയിട്ടില്ലെന്ന് BJP സംസ്ഥാന നേതൃത്വം. നീതി ലഭിക്കും വരെ ഒപ്പമുണ്ടാകുമെന്നും വേണമെങ്കിൽ ഛത്തീസ്ഗഡിലേക്ക് പോകുമെന്നും കേരള സംസ്ഥാന അധ്യക്ഷൻ രാജു ചന്ദ്രശേഖർ പറഞ്ഞു. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധം തുടരുകയാണ്. അറസ്റ്റിൽ പ്രതിരോധത്തിലായതോടെയാണ് കന്യാസ്ത്രീകൾക്ക് പൂർണ്ണ പിന്തുണയുമായി BJP സംസ്ഥാന നേതൃത്വം രംഗത്തെത്തിയത്. 100% വിശ്വാസമുണ്ട്. ഇതൊരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, മിസ്കമ്മ്യൂണിക്കേഷൻ ആണ്. ഞങ്ങൾ അതിനു വേണ്ടി എന്ത് വേണമെങ്കിലും എന്ത് ചെയ്യണമെങ്കിലും ഞങ്ങൾ ചെയ്യും. കാരണം ഞങ്ങൾക്കൊരു വിശ്വാസമുണ്ട്, ഇത് മതപരിവർത്തനം ആയിരുന്നില്ല, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ആയിരുന്നില്ല. വിഷയത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് കോൺഗ്രസ് ശ്രമമെന്നും BJP വിമർശിച്ചു. അതിനിടെ BJPയെയും കേന്ദ്ര സർക്കാരിനെയും വിമർശിച്ച് LDF UDF നേതാക്കൾ രംഗത്തെത്തി. മറ്റു മതങ്ങളോടുള്ള വിരോധം കുത്തിവെച്ച് മതവർഗീയത നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് നരേന്ദ്രമോദിയും BJPയും. ഒരു ഭീതി പരത്തുകയാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയല്ല, നരേന്ദ്ര ഭീതിയാണ്. അത് രാജ്യത്തിൻ്റെ മത സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണ്. മതത്തിൻ്റെ പേരിൽ അവരെ ഇങ്ങനെ ക്രൂശിക്കുന്ന ഈ നടപടി ഇതൊരിക്കലും തന്നെ നമുക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. ഭരണഘടനാ വിരുദ്ധമായ നടപടികളാണ് ഉണ്ടായതെന്ന് പാലാ രൂപത ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട്. ജാമ്യത്തിനായി അവർ ശ്രമിക്കുമ്പോൾ നീതി ലഭിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മതേതരത്വം ദുർബലമാക്കപ്പെടുകയാണ്, ഭരണഘടനയെ ബലഹീനമാക്കുകയാണ്. അറസ്റ്റിലായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസിന്റെയും സിസ്റ്റർ പ്രീതി മേരിയുടെയും കുടുംബത്തിന് പിന്തുണയുമായി നിരവധി പേരാണ് എത്തുന്നത്. കന്യാസ്ത്രീകൾക്കൊപ്പമുണ്ടായിരുന്ന പെൺകുട്ടിയുടെ പ്രതികരണത്തിന്റെ ആശ്വാസത്തിലാണ് രണ്ട് കുടുംബങ്ങളും. അങ്കമാലി MLA റോജി M. ജോണിനൊപ്പം സിസ്റ്റർ പ്രീതി മേരിയുടെ സഹോദരൻ ഛത്തീസ്ഗഡിലെത്തി. അങ്കമാലി എളവൂർ ഇടവകയുടെ നേതൃത്വത്തിൽ വൈകിട്ട് പന്തം കൊളുത്തി പ്രതിഷേധം നടത്തും. 24 കൊച്ചി. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന നിലപാടിൽ ഉറച്ച് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ്. എക്സ്പോസ്റ്റ് പിൻവലിച്ച് എന്ന ആരോപണം കാന്തപുരത്തിന്റെ ഓഫീസ് തള്ളി. വധശിക്ഷ റദ്ദാക്കിയെന്ന് വിദേശകാര്യ മന്ത്രാലയം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. യമനിലെ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കിയെന്ന ആശ്വാസവാർത്ത ഇന്നലെ മലയാളികളെ അറിയിച്ചത് കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ ഓഫീസ്. വധശിക്ഷ റദ്ദാക്കിയെന്നും ഇനി തുടർ ചർച്ചകൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നുമുള്ള ആശ്വാസവാർത്തയാണ് കാന്തപുരത്തിന്റെ ഓഫീസ് പങ്കുവച്ചത്. കാന്തപുരവുമായി ചേർന്നാണ് ഇപ്പോൾ ഇടപെടൽ നടക്കുന്നത് എന്ന് ആക്ഷൻ കൗൺസിൽ ഭാരവാഹിയും സുപ്രീംകോടതി അഭിഭാഷകനുമായ KR സുഭാഷ് ചന്ദ്രനും പറഞ്ഞു. ചർച്ചകൾ ഇനി പൂർണ്ണമായും നിമിഷയെ മോചിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഞങ്ങൾ ദിയാദനം നൽകിക്കൊണ്ട് നടത്തുന്നത്. അതേസമയം അക്കാര്യത്തിനകത്ത് പൂർണ്ണമായ മോചനമാണോ അതല്ല ഏതെങ്കിലും തരത്തിലുള്ള ജയിൽ ടേം ചെലവിടേണ്ടി വരുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ ഇനി വീണ്ടും ചർച്ചകൾ നടത്തേണ്ടതുണ്ട്. എന്നാൽ ഇക്കാര്യം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിക്കുന്നില്ല. ചില വ്യക്തികൾ പങ്കുവയ്ക്കുന്ന വിവരങ്ങൾ തെറ്റിദ്ധാരണാജനകമെന്നാണ് മന്ത്രാലയ വൃത്തങ്ങൾ പറയുന്നത്. അതേസമയം വധശിക്ഷ റദ്ദാക്കിയെന്ന എക്സ്പോസ്റ്റ് പിൻവലിച്ചിട്ടില്ല എന്ന് കാന്തപുരത്തിന്റെ ഓഫീസ് അറിയിച്ചു. വധശിക്ഷ റദ്ദാക്കാൻ ധാരണയായതായി യമനിലെ സൂഫി പണ്ഡിതന്റെ ശിഷ്യൻ ജാവാദ് മുസ്തഫാവിയും സ്ഥിരീകരിക്കുന്നുണ്ട്. 24 കോഴിക്കോട്. വിദ്യാർത്ഥികളുടെ കൺസെഷൻ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നുള്ള ആവശ്യം അംഗീകരിക്കാൻ കഴിയില്ല എന്നിപ്പോൾ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതികരണം വരുന്നുണ്ട്. ABVP അത്തരത്തിൽ പ്രതികരിക്കുന്നുണ്ട്. അതോടൊപ്പം SFIയുടെ ഉൾപ്പെടെ പ്രതികരണം ഇപ്പോൾ വരുന്നുണ്ട്. ഈ വിഷയത്തിൽ ഇന്ന് ചർച്ച നടന്നിരുന്നു ഗതാഗത സെക്രട്ടറിയുമായി. പഹൽഗാം ഭീകരരെ ഓപ്പറേഷൻ മഹാദേവിലൂടെ വധിച്ചെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പാർലമെന്റിൽ. ഇന്നലെ സൈന്യം നടത്തിയ ഓപ്പറേഷനിൽ 3 ഭീകരരെ വധിച്ചെന്നാണ് സ്ഥിരീകരണം. ഇവരിൽ നിന്ന് ആയുധങ്ങളും പാക് ഭീകരർ എന്ന് തെളിയിക്കുന്ന രേഖകളും പിടിച്ചെടുത്തു. ഓപ്പറേഷൻ സിന്ദൂറിൽ ലോക്സഭയിൽ നടന്ന ചർച്ചയിലാണ് അമിത്ഷായുടെ വിശദീകരണം. ഓപ്പറേഷൻ മഹാദേവ് में सुलेमान उर्फे फैजल जट, अफगान और जिब्रान 3 आतंकवादी सेना, CRPF और जम्मू कश्मीर पुलिस के संयुक्त अभियान में ऑपरेशन महादेव में मारे गए. जिन्होंने बेसरन घाटी में हमारे प्रवासियों को, नागरिकों को मारा था, ये तीनों आतंकवादी ये थे और तीनों मारे गए. ഭീകരതയ്ക്കെതിരായ നടപടികളിൽ സംശയങ്ങൾ ഉയർത്തിയ കോൺഗ്രസ് നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയുമായ P. ചിദംബരത്തെയും അഖിലേഷ് യാദവിനെയും അമിത്ഷാ രൂക്ഷമായി വിമർശിച്ചു. അതേസമയം അമിത്ഷായുടെ പ്രസംഗത്തിന് ഭരണപക്ഷത്തിനൊപ്പം ഡോക്ടർ ശശി തരൂർ MPയും കൈയടിച്ചു. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നു ഡൽഹിയിൽ നിന്ന്. ബൽറാം, എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാക്കി കേന്ദ്ര ആഭ്യന്തരമന്ത്രി? മറ്റൊന്ന് ശ്രദ്ധേയമായത് ഡോക്ടർ ശശി തരൂരിന്റെ പിന്തുണയാണല്ലോ പ്രസംഗത്തിന്. ബൽറാം.
ഉന്മേഷ്, ലോക്സഭയിൽ ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ചയിൽ ആഭ്യന്തരമന്ത്രി ഇപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ഇന്ന് നടത്തിയ പ്രസംഗത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ഭാഗം എന്നുള്ളത് ഈ ഓപ്പറേഷൻ മഹാദേവുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥിരീകരണം അദ്ദേഹം നൽകിയിരിക്കുന്നു പാർലമെന്റിൽ എന്നുള്ളത് തന്നെയാണ്. ഓപ്പറേഷൻ മഹാദേവ് ഇന്നലെ നടന്ന ഈ ഓപ്പറേഷനിലൂടെ പഹൽഗാം ഭീകരാക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്ത 3 ഭീകരവാദികളെയും വധിച്ചു എന്ന് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി. അവർ പഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കെടുത്ത ഭീകരർ തന്നെയാണ് എന്ന് ശാസ്ത്രീയമായി തന്നെ തെളിയിക്കപ്പെട്ടു എന്നും ആഭ്യന്തരമന്ത്രി അറിയിച്ചു. ഈ ബാലിസ്റ്റിക് റിപ്പോർട്ട് അടക്കമുള്ള രേഖകൾ ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ അവതരിപ്പിച്ചു. ഈ ഭീകരവാദികളെ അമർച്ച ചെയ്യാനുള്ള ഓപ്പറേഷൻ അത് പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായ അന്ന് തന്നെ രൂപം നൽകിയതാണ്, അല്ലെങ്കിൽ അന്ന് തന്നെ ആ തീരുമാനമെടുത്തിരുന്നു എന്നാണ് ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയത്. തുടർച്ചയായി ഈ ഭീകരരെ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇവരുടെ സാറ്റലൈറ്റ് ഫോണുകൾ കണ്ടെത്താൻ കഴിയുന്ന ഉപകരണം, അത് സൈന്യം തന്നെ വികസിപ്പിച്ച ഉപകരണം ഉപയോഗിച്ച് ഇവരെ ലൊക്കേറ്റ് ചെയ്തു. തുടർന്നാണ് ഈ ഓപ്പറേഷൻ മഹാദേവിന് രൂപം നൽകുകയും ഭീകരരെ 3 പേരെയും വധിക്കുകയും ചെയ്തത് എന്നും ഇവരുടെ പാക് പൗരത്വം തെളിയിക്കുന്ന രേഖകൾ 2 ഭീകരരുടെ കൈവശത്തു നിന്നും അവരുടെ പാക് തിരിച്ചറിയൽ കാർഡ് അടക്കമുള്ള രേഖകൾ കണ്ടെത്തിയതായും ആഭ്യന്തരമന്ത്രി അറിയിച്ചു. ഒപ്പം തന്നെ ഇതോടൊപ്പം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷമായ വിമർശനങ്ങളും ആഭ്യന്തരമന്ത്രി ഈ പ്രസംഗത്തിൽ ഉന്നയിച്ചു. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ധർമ്മസ്ഥലയിലെ നിഗൂഢതകൾ. ധർമ്മസ്ഥല വെളിപ്പെടുത്തലിൽ പ്രദേശത്ത് മണ്ണ് നീക്കി പരിശോധന ആരംഭിച്ചു. സ്പോട്ട് 1 നേത്രാവതി സ്നാനഘട്ടത്തിന് സമീപത്താണ് ഇപ്പോൾ പരിശോധന. മുഹമ്മദ് റഹീസ് ഉണ്ട് വിവരങ്ങളുമായി തത്സമയം. മുഹമ്മദ് റഹീസ്, ഈ പരിശോധന എങ്ങനെ പുരോഗമിക്കുന്നു? പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഈ പരിശോധന തുടങ്ങിയിട്ട് ഏതാണ്ട് 1 മണിക്കൂർ കഴിയുന്നു. ഇപ്പോഴും ആദ്യ സ്പോട്ടിൽ തന്നെയാണ് പരിശോധന നടക്കുന്നത്. അതായത് നേത്രാവതി സ്നാനഘട്ടത്തിന് സമീപമുള്ള സ്പോട്ട് 1. ഇവിടെ കുറച്ചു നേരമായി അതിശക്തമായിട്ടുള്ള മഴയുണ്ട്. മഴ ഈ ഒരു ഇതിനെ, അതായത് മണ്ണ് മാന്തിയുള്ള പരിശോധനത്തിനെ അത് ബാധിക്കുന്നുണ്ട്, സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്. നല്ല കാറ്റുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ ആദ്യ സ്പോട്ടിൽ തന്നെയാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. തൊട്ടപ്പുറത്തായി മറ്റൊരു സ്പോട്ടുമുണ്ട്. അവിടെയും മാർക്ക് ചെയ്ത ആ സ്ഥലത്തേക്കും 2-3 തൊഴിലാളികൾ കുഴിയെടുക്കാൻ വേണ്ടിയിട്ട്, മണ്ണ് മാന്തി നോക്കാൻ വേണ്ടി അങ്ങോട്ടും പോയിട്ടുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ സ്നാനഘട്ടത്തിനോട് ചേർന്നുള്ള പ്രദേശം ഒന്നാകെയാണ് പരിശോധിക്കുന്നത് എന്ന് പറയാം. സ്പോട്ട് 1 എന്നതിനപ്പുറം ആ ഒരു ഏരിയ മുഴുവനായി പരിശോധിക്കുന്നുണ്ട്. കാരണം ഇതൊന്നും വലിയ ദൂരത്ത് ആയിട്ടല്ല, തൊട്ടടുത്തടുത്തുള്ള സ്ഥലങ്ങളിലായിട്ടാണ് ഈ മണ്ണ് മാന്തിയുള്ള പരിശോധന നടക്കുന്നത്. അത് മൃതദേഹം കുഴിച്ചിട്ടത് അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ്. ഈ സ്പോട്ട് 1 ഇപ്പോൾ ഏതാണ്ട് ഒരു 3 അടിക്ക് താഴെയായി കുഴിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വിവരം നേരത്തെ ലഭിക്കുകയുണ്ടായി. പക്ഷേ എടുത്തു പറയേണ്ട ഒന്ന്, ഇവിടുത്തെ ആളുകൾ ഒരു നിർണായകമായിട്ടുള്ള വിവരം പങ്കുവച്ചിട്ടുണ്ട്. അതായത് 2018 കേരളത്തിന് സമാനമായിട്ടുള്ളൊരു പ്രളയം പോലെ ഈ പ്രദേശത്തും ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ച് ഈ സ്നാനഘട്ടത്തിന്റെ ടൈലുകൾ ഉൾപ്പെടെ, താഴെയുള്ള ഇന്റർലോക്കുകൾ ഉൾപ്പെടെ ഇളകിപ്പോകുന്ന തരത്തിൽ വെള്ളം കയറിയിരുന്നു. അവിടെ പ്രദേശത്ത് വ്യാപകമായിട്ടുള്ള നാശനഷ്ടം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഈ സ്പോട്ട് 1 ഇപ്പോൾ ആ പരിശോധിക്കുന്നതിന്റെ അടുത്താണ്. അപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും കിട്ടുമോ എന്നുള്ളൊരു ആശങ്ക ഇവിടെയുള്ള ആളുകൾ പങ്കുവെക്കുന്നുണ്ട്. എന്തായാലും കുഴിയെടുപ്പ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത് 6 അടി താഴ്ചയിലൊന്നുമല്ല കുഴിച്ചിട്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ എന്തെങ്കിലും ഒരു പ്രോഗ്രസ് ഈ ഒരു കുഴിയെടുപ്പിൽ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അവിടെ കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നീട് ബാക്കിയെല്ലാം ഇദ്ദേഹം പറയുന്ന ഇടത്തൊക്കെയും മൃതദേഹം ഉണ്ടാകും എന്നുള്ളൊരു നിഗമനം തന്നെയാണ് SIT സംഘത്തിനുമുള്ളത്. അതാണ് ഉന്നത റവന്യൂ ഉദ്യോഗസ്ഥരെ അടക്കം ഈ സ്ഥലത്തേക്ക് എത്തിച്ചുകൊണ്ട് പരിശോധന നടത്തുന്നത്. റവന്യൂ AC അടക്കം ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വിരലടയാള വിദഗ്ധർ ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട്. അങ്ങനെ പരിശോധന നടക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ മഴ തടസ്സമാകുന്നുണ്ട്. ഒപ്പം തന്നെ അന്ന് ഉണ്ടായിരുന്ന ഒരു ജോഗ്രഫി അല്ല ഇപ്പോൾ ഇവിടെ ഉള്ളത്. വലിയ മാറ്റം ഈ സ്ഥലത്തിന് സംഭവിച്ചിട്ടുണ്ട്. അതും ഒരു ചെറിയ തരത്തിലെങ്കിലും ഈ പ്രതിസന്ധി ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ പരിശോധനയുമായി മുന്നോട്ട് പോവുകയാണ്. ഇന്നലെ കണ്ടെത്തിയ സ്പോട്ടുകളിലൊക്കെയും ഇന്ന് പരിശോധന ഉണ്ടാകുമെന്നാണ് വ്യക്തമാകുന്നത്. ഉന്മേഷ്, ശരി. മുഹമ്മദ് റയീസാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അവിടെ ഇപ്പോഴും പരിശോധന തുടരുകയാണ്. ചലച്ചിത്ര നടീനടന്മാരുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോന് സാധ്യതയേറുന്നു. വനിതാ പ്രസിഡന്റ് വരുന്നത് അംഗീകരിച്ച് ജഗദീഷ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറിയേക്കും. മത്സര രംഗത്ത് നിന്ന് ആരോപണ വിധേയർ പിന്മാറണം എന്നതടക്കമുള്ള വാദങ്ങളും സംഘടനയിൽ ശക്തമാകുന്നുണ്ട്.
തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ബാക്കി നിൽക്കെ മത്സരചിത്രം മാറിമറിയുകയാണ്. അമ്മ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ നിന്നും നടൻ ജഗദീഷ് പിന്മാറുന്നുവെന്നാണ് സൂചനകൾ. വനിതാ പ്രസിഡന്റ് വരണമെന്ന പൊതുധാരണയുടെ പേരിലാണ് ഈ നീക്കമെന്നാണ് വിവരം. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവരോട് ഇത് സംബന്ധിച്ച് സംസാരിച്ച് തീരുമാനമെടുക്കുമെന്നും ജഗദീഷ് പറയുന്നു. ഇതോടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാ മേനോൻ വരാനുള്ള സാധ്യതയേറുകയാണ്. അമ്മ സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒരു വനിതയുടെ കടന്നുവരവ് ചരിത്രത്തിലാദ്യമാകും. തീർച്ചയായിട്ടും പുരോഗമനപരമായ ഒരു തീരുമാനമാണല്ലോ അത്. എന്താ പറയുക, അപ്പോഴല്ലേ ചരിത്രം ഉണ്ടാവുന്നത്. ഈ പറയുന്ന അമ്മ അസോസിയേഷനിലൊക്കെ സ്ത്രീകൾ വന്നു കഴിയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ പൊട്ടൻഷ്യൽ എന്താണ് എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് സാധിക്കും. അതേസമയം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് ആരോപണ വിധേയർ മത്സരിക്കുന്നതിൽ അമർഷം ശക്തമാവുകയാണ്. പ്രതിഷേധ സൂചകമായി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്നടക്കമുള്ള മത്സരത്തിൽ നിന്ന് നടൻ രവീന്ദ്രൻ പിന്മാറി. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാത്രമായിരിക്കും മത്സരിക്കുക. ആരോപണ വിധേയർ മത്സരിക്കണോ എന്നതിൽ സ്വയം തീരുമാനമെടുക്കണമെന്ന് നടൻ സന്തോഷ് കീഴാറ്റൂർ. ആരോപണ വിധേയർ മത്സര രംഗത്ത് നിന്ന് മാറി നിൽക്കണമെന്ന് അമ്മ ഓണററി അംഗം ധനം കണ്ണനും പറഞ്ഞു. തലപ്പത്തിരിക്കുന്ന ആൾക്കാർക്ക് ആരോപണവും മറ്റു കാര്യങ്ങളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിലുള്ള എല്ലാ രീതിയിലുള്ള സ്വഭാവ വൈകല്യങ്ങളും മനുഷ്യരും ഞങ്ങളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ഞങ്ങളെ കലാകാരന്മാരാണെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ഒരു ആരോപണം നമുക്കെതിരെ വരുമ്പം അങ്ങനെയുള്ള ആൾക്കാർ അമ്മയുടെ ഉത്തരവാദിത്ത സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. 24 കൊച്ചി. ഉള്ളുപൊട്ടിയ ഒരാണ്ട്. മുണ്ടക്കൈ ചൂരൽമല ദുരന്തത്തിന്റെ ബാക്കി പത്രമാണ് ഉടമസ്ഥരില്ലാത്ത നൂറുകണക്കിന് വീടുകൾ. വാസയോഗ്യമാണെങ്കിലും പല വീടുകളിലേക്കും ആളുകൾ മടങ്ങിയെത്താൻ ഭയക്കുകയാണ്. ഉരുൾപൊട്ടലുണ്ടായ മേഖലയിലെ 108 ഹെക്ടർ ഭൂമി മനുഷ്യവാസത്തിന് പറ്റിയതല്ല എന്ന് സർക്കാർ നിയോഗിച്ച സമിതി കണ്ടെത്തിയിരുന്നു. പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, വെള്ളാർമല, ചൂരൽമല, അട്ടമല, പടവെട്ടിക്കുന്ന് ദുരന്തം ആർത്തലച്ചെത്തിയ ഭൂമി. ഉടമസ്ഥരില്ലാത്ത വീടുകൾ ഉപേക്ഷിച്ച് എവിടേക്കോ പോയ മനുഷ്യർ. 1 വർഷം കഴിയുമ്പോഴും ഇതാണ് ദുരന്തഭൂമിയിലെ കാഴ്ച. മുണ്ടക്കൈയിൽ വീടുകൾ ഉപേക്ഷിച്ചവർ വാടക വീടുകളിൽ തുടരുകയാണ്. വാസയോഗ്യമല്ലാത്ത പ്രദേശങ്ങളാണ് ഇതിൽ അധികവും. എന്നാൽ സർക്കാർ ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തുന്നില്ല എന്ന പരാതിക്ക് ഇനിയും പരിഹാരമായിട്ടില്ല. ഗവൺമെൻറ് പുനരധിവാസമായ ലിസ്റ്റ് തയ്യാറാക്കി വീടിൻ്റെ പണി കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നല്ല കാര്യം തന്നെ, ആ രീതിയിൽ തന്നെ പോകുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇനിയും ഒറ്റപ്പെട്ട പ്രദേശങ്ങൾ ജനങ്ങൾ ഒറ്റപ്പെട്ട് കിടക്കുന്നുണ്ട്. അവരെയും കൂടി ഈ പുനരധിവാസ ലിസ്റ്റിൽ കൊണ്ടുവരണം. ഈ 1 വർഷമായിട്ട് ഒരു ജോലിക്കോ മറ്റുള്ളതിനൊന്നും പോകാൻ പറ്റാത്ത അവസ്ഥയാണ് നമ്മുടെ നാട്ടിലുള്ളത്. ഇതേ പരാതി പടവെട്ടിക്കുന്നുകാർക്കുമുണ്ട്. 3 വാർഡുകളിലായി 108 ഹെക്ടർ ഭൂമി വാസയോഗ്യമല്ല എന്നാണ് സർക്കാർ നിയോഗിച്ച ജോൺ മത്തായി സമിതി കണ്ടെത്തിയത്. നാട്ടുകാർക്കും രാഷ്ട്രീയ പാർട്ടികൾക്കും ഇക്കാര്യത്തിൽ വിയോജിപ്പുകളുണ്ട്. മുണ്ടക്കൈയിൽ ഒരു കാരണവശാലും താമസിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ പടവെട്ടിക്കുന്ന്, റാട്ടപ്പാടി, പിന്നെ അട്ടമല പ്രദേശം, അതുപോലെ കൊയിനാക്കുള റോഡ്, പിന്നെ 85-ലെ കുറച്ച് ഭീഷണിയിൽ കഴിയുന്ന ആളുകൾ, ഇത്തരം ആളുകളൊന്നും ലിസ്റ്റിൽ പെട്ടിട്ടില്ല. ഡയറക്റ്റ് ഹിറ്റായ ആളുകളെ സർക്കാർ രേഖാമൂലമുള്ള ആൾക്കാരെ പരിഗണിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു മഴ പെയ്താൽ പെരുകുന്ന ആശങ്ക, പുഴ കലങ്ങിയൊഴുകിയാൽ ആദിയേറുന്ന മനുഷ്യർ. ഇതാണ് ദുരന്തഭൂമിയിലെ ബാക്കി പത്രം. പുന്നപ്പുഴ ശാന്തമായി ഒഴുകുകയാണ്. വെള്ളാർമല സ്കൂളിന് അരികു ചേർന്ന് പുഴയോരത്ത് തകർന്ന സ്വപ്നങ്ങളുടെ ചാരത്തിൽ നിന്ന് ഒരു കൂട്ടം മനുഷ്യർ ജീവിതം കരുപ്പിടിപ്പിക്കുകയാണ്. അവർക്കൊപ്പം ചേർന്നുകൊണ്ട് എസ് വിജയകുമാർ, ടീം 24. തത്സമയ റിപ്പോർട്ടുകളുമായി 24 വാർത്താ സംഘം ഇപ്പോൾ ദുരന്ത ഭൂമിയിലുണ്ട്. എസ് വിജയകുമാർ ഇപ്പോൾ ചൂരൽമലയിൽ നിന്ന് തത്സമയം ചേരുന്നുണ്ട്. വിജയകുമാർ, നേരത്തെ ആ ദുരന്തമുണ്ടായ സമയത്ത് അവിടുത്തെ കാഴ്ചകൾ നമ്മുടെ മുൻപിലുണ്ട്. വിജയകുമാർ അവിടെ എത്തിയതാണ്. 1 വർഷത്തിന് ശേഷം അവിടെ എത്തുമ്പോൾ എന്താണ് അവിടുത്തെ കാഴ്ചകൾ? ആളുകൾ എങ്ങനെ പ്രതികരിക്കുന്നു? എന്തൊക്കെയാണ് വിവരങ്ങൾ വിജയകുമാർ?
ഉന്മേഷ്, ചൂരൽമലയിലെ കാര്യമാണെങ്കിൽ ചൂരൽമലയിൽ പ്രതികരിക്കാൻ ആളില്ല എന്നുള്ളതാണ് നമ്മളെ സങ്കടപ്പെടുത്തുന്ന കാര്യം. ചൂരൽമല എന്ന ഒരു ചെറിയ പട്ടണം, ഒരു കുഞ്ഞു നഗരം, ഒരു ഇടത്തരം നഗരമാണ്. അത് ഏറെക്കുറെ ഒരു ശൂന്യം എന്ന് പറയാവുന്ന അവസ്ഥയാണ്. അതിൻ്റെ ദൃശ്യങ്ങളിൽ കാണാം, ആളുകളില്ല, കടകൾ ഇവിടെ അടഞ്ഞു കിടക്കുകയാണ്. ഇവിടേക്ക് പ്രവേശനം തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഇത് വാസയോഗ്യമല്ലാത്ത, ആളുകൾക്ക് നിൽക്കാൻ കഴിയാത്ത, ഇവിടെ തങ്ങാൻ കഴിയാത്തൊരു പ്രദേശമാണ്. ഇവിടെ ഇലക്ട്രിസിറ്റി കട്ട് ചെയ്തിരിക്കുകയാണ്. നമ്മൾ ഈ കാണുന്ന ബെയിലി പാലം മുണ്ടക്കൈയെയും ഈ ചൂരൽമലയും ബന്ധിപ്പിക്കുന്ന പാലമാണ്. ഇവിടെ സ്ഥിരം പാലം ഉണ്ടാക്കാനുള്ള ജോലികൾ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ. ഈ മുണ്ടക്കൈയിലെ തേയില എസ്റ്റേറ്റിലേക്ക് പോകുന്ന തൊഴിലാളികൾ, അവരെയും കൊണ്ട് പോകുന്ന ജീപ്പ്, ആ വാഹനങ്ങൾ മാത്രമാണ് ഈ വഴിയെ കടന്നു പോകുന്നത്. ഏതാണ്ട് 3:30യോടുകൂടി അവർ അങ്ങോട്ട് പോകുന്ന തൊഴിലാളികൾ തിരികെ വരികയും വേണം. ഒരു തരത്തിൽ പറഞ്ഞാൽ ഒരു വല്ലാത്ത ഒരു എന്താണ് ഭീതി ജനിപ്പിക്കുന്ന ഒരുതരം അന്തരീക്ഷം ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. നമുക്ക് വലിയ ആളുകളിൽ അങ്ങനെ വലിയ എന്താണ് ഒരു ഭയത്തോടു കൂടി ഈ പ്രദേശത്തേക്ക് വരുന്ന ആളുകളെയൊക്കെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. പ്രതികരിക്കാനൊന്നും ആളുകൾ ഇവിടെ നമ്മൾ കാണാറില്ല. രാവിലെയൊക്കെ നമ്മൾ വരുമ്പോഴും ശൂന്യമാണ്. ഇപ്പോഴും നോക്കൂ, ഇവിടെ ആ ദൃശ്യങ്ങളിൽ കാണാം, ഒരു KSRTC ബസ് ഇവിടെ കിടക്കുന്നുണ്ട്. അത് മേപ്പാടിയിലേക്ക്, കൽപ്പറ്റയിലേക്ക് പോകുന്നതാണ്. നേരത്തെ മുണ്ടക്കൈ വരെ പോകുന്നതാണ് ആ KSRTC ബസ്. ഇപ്പോഴത് മേപ്പാടി, ഇവിടെ ചൂരൽമല കൽപ്പറ്റ മാത്രം ഓടുകയാണ്. ഒരു പ്രൈവറ്റ് ബസ് ഉണ്ട്, അതിനെന്തോ തകരാറുള്ളത് കൊണ്ട് അത് പരിഹരിക്കാൻ വേണ്ടി കിടക്കുന്നു. പിന്നീടുള്ളതൊക്കെ ഈ തൊഴിലാളികളെ കൊണ്ടുവരുന്ന ഇവിടേക്ക് വരുന്ന ഓട്ടോറിക്ഷയോ അല്ലെങ്കിൽ ചെറിയ ചെറിയ ഈ പറയുന്ന പെട്ടി ഓട്ടോറിക്ഷയോ വാഹനങ്ങളൊക്കെ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന മാധ്യമങ്ങളൊക്കെ ഇവിടെ അന്വേഷിക്കാൻ വരുന്ന മാധ്യമപ്രവർത്തകരും ഒക്കെ മാത്രമാണുള്ളത്. ഈ ദുരന്തത്തിൻ്റെ 1-ാം വാർഷികം നാളെ ആചരിക്കുകയാണ്. ഒരു വല്ലാത്ത മാനസികാവസ്ഥയിലാണ് ആ 1-ാം വാർഷിക ആചരണം നടക്കുന്നത്. ഇവിടെ ഈ നിൽക്കുന്ന ആളിനെ ഒരു പക്ഷേ പ്രേക്ഷകർക്ക് അവരുടെ മനസ്സിൽ നിന്ന് പോയിട്ടുണ്ടാകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. ഷീജയാണ്. ഷീജ ഇവിടുത്തെ ആശാവർക്കറാണ്, പൊതുപ്രവർത്തകയാണ്, സാമൂഹ്യ പ്രവർത്തകയാണ്. ഈ ദുരന്തത്തിന് ഇരയായ ഒരാൾ കൂടിയാണ്. ഈ ദുരന്തത്തിൻ്റെ അതിജീവിത അവർക്കൊപ്പം നിൽക്കുകയും ഏറ്റവും അധികം മൃതദേഹങ്ങളൊക്കെ തിരിച്ചറിഞ്ഞതും ഈ നാട്ടുകാരി കൂടി ആശാവർക്കർ ആയതുകൊണ്ട് എല്ലാവരെയും അറിയാം. ഷീജയ്ക്ക് അവരായിരുന്നു ഏറ്റവും കൂടുതൽ ആളുകളെ തിരിച്ചറിയുകയും ഒക്കെ ചെയ്തത്. നമ്മൾ യാദൃശ്യമായി ഇവിടെ വെച്ച് ഇപ്പോൾ കണ്ടതാണ്. നാളെ 1 വർഷമാവുകയാണ് അല്ലേ ആ വലിയ ദുരന്തത്തിൻ്റെ. ഈ സമയത്ത് എന്താണ് ഷീജയുടെ മനസ്സിലൂടെ പെട്ടെന്ന് കടന്നു പോകുന്നത്? അല്ല, നമ്മൾ ജനിച്ച് വളർന്ന നാടാണല്ലോ. ജനിച്ച് വളർന്നതും കല്യാണം കഴിച്ചതൊക്കെ ഇവിടെ തന്നെയാണ്. അപ്പോൾ ആ ഒരു നാടാണ് എന്താ പറയുക, സെക്കൻഡുകൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ ഈ ഒരു അവസ്ഥയിലുള്ളത്. നമുക്ക് വേണ്ടപ്പെട്ടവരും പ്രിയപ്പെട്ടവരും എല്ലാവരും നഷ്ടപ്പെട്ട ഒരു ദിവസം. അത് ഓർക്കാനേ ഇഷ്ടപ്പെടുന്നില്ല ശരിക്കും. തിരിച്ചു പിടിക്കാനുള്ള അതിജീവനത്തിനുള്ള പോരാട്ടം അത് ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ടോ ഈ 1-ാം വർഷം നമ്മൾ നോക്കുമ്പോൾ? 1-ാം വർഷം പൂർണ്ണമല്ലെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. ഷീജയുടെ വീടൊക്കെ പോയിരുന്നല്ലോ അല്ലേ? ആ നഷ്ടത്തിൽ ആ നഷ്ടത്തെക്കാൾ ചുറ്റുപാട് നിന്നവരെ എങ്ങനെ സഹായിക്കാൻ പറ്റുമെന്നായിരുന്നു ആ ദിവസങ്ങളിൽ, ആ സമയത്ത്, ആ മണിക്കൂറിലൊക്കെ ഓർത്തത്. ഞാനൊക്കെ ഇവിടെ ഇതിന് മുകളിലൊക്കെ നിന്ന് നോക്കുമ്പോൾ കാണുന്നുണ്ടായിരുന്നു ആളുകളൊക്കെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളൊക്കെ. പക്ഷേ അവരെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയായിരുന്നു ആശുപത്രിയിൽ നിൽക്കുമ്പോഴല്ലേ? തീർച്ചയായിട്ടും. എൻ്റെ വീട് ചൂരൽമല സ്കൂൾ റോഡിൽ. എൻ്റെ അച്ഛൻ, അമ്മ, എൻ്റെ ആങ്ങള, ഭാര്യ, മക്കൾ, എൻ്റെ റിലേറ്റീവ്സ് ഒക്കെ ഉണ്ടായ ഒരു ഏരിയ തന്നെയാണ്. എനിക്ക് ലൈഫിൽ കിട്ടിയ വീടായിരുന്നു. വീട് പണിതുകൊണ്ടിരിക്കുന്നതും സ്കൂൾ റോഡ് തന്നെയായിരുന്നു. അപ്പോൾ രാത്രിയിൽ ഉരുൾപൊട്ടിയ സമയത്ത് ഫസ്റ്റ് എനിക്ക് കോൾ വരുന്നത് മുണ്ടക്കയിൽ നിന്നാണ്. മുണ്ടക്കയിൽ നിന്ന് കോൾ വന്നതിന് ശേഷം എൻ്റെ ആങ്ങളെ വിളിക്കുകയാണ്, നമ്മളെ ഇവിടെ ഇങ്ങനെ ഉരുൾപൊട്ടി എത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അച്ഛൻ സ്ട്രോക്ക് വന്ന് കിടക്കുന്ന ഒരാളായിരുന്നു. എൻ്റെ അച്ഛനെ എടുത്തിട്ട് ഇവർ പറമ്പിലേക്ക് ഓടി കയറിക്കൊണ്ടിരിക്കുക. അപ്പോൾ പറമ്പിലാന്ന് പറഞ്ഞു. എല്ലാവരും സേഫ് അല്ലേ എന്ന് ചോദിച്ചാൽ അവരെല്ലാവരും സേഫാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ അടുത്തുള്ള കോൺടാക്റ്റുകളിലുള്ള മുഴുവൻ ആളുകളെ വിളിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകൾ കോൾ അറ്റൻഡ് ചെയ്തു, കുറേ ആളുകൾ സ്വിച്ച് ഓഫ്, കുറേ ആളുകൾ കിട്ടുന്നില്ല. ഈ ഒരു അവസ്ഥയിലൊക്കെ ആയിരുന്നു. പിന്നെ നേരം വെളുത്ത സമയത്ത് തന്നെ മോർച്ചറിയിലേക്ക് പോകാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അവരേതായാലും സേഫാണ്. പിന്നെ നമ്മൾ അവരോർത്ത് ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അവരെങ്ങനെയെങ്കിലും ക്യാമ്പുകളിൽ ആരെങ്കിലും എത്തിക്കും എന്നൊക്കെ നമുക്ക് ഉറപ്പാണല്ലോ. അതുപോലെ തന്നെ 2019 മുണ്ടക്കൈ ഉരുൾപൊട്ടിയ സമയത്ത് ഞാൻ ഈ വാർഡ് മെമ്പർ കൂടെ ആയിരുന്നു. അപ്പോൾ നമുക്ക് അന്ന് വന്ന ബോഡികളൊക്കെ നേരെ PHCയിലേക്കാണ് വന്നത്. ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ടും പിന്നെ ഒരു ദുരന്തം നടന്നു കഴിഞ്ഞാൽ ദുരന്ത മേഖലയിൽ സർക്കാർ സംവിധാനങ്ങൾ ഉൾപ്പെടെയുള്ള എല്ലാ ഇതും പിന്നെ രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ആ ദുരന്ത മേഖലയിൽ എത്തുന്നു. അതുപോലെ തന്നെ ക്യാമ്പുകൾ. ശരി, ഏതായാലും നടുക്കുന്ന ഓർമ്മയുണ്ട്. ദുരന്തത്തിന് 1 ആണ്ട്
തികയുമ്പോൾ ഇപ്പോഴും ആ ഓർമ്മകൾ അവിടുത്തെ ആളുകൾക്ക് അത്ര ആഘാതമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. കേരളം കണ്ട ഏറ്റവും വലിയ പ്രകൃതിക്ഷോഭത്തിന്റെ നേർസാക്ഷ്യമായി ഇപ്പോഴും ചൂരൽമല നാട്. സർക്കാർ സുരക്ഷിതമെന്ന് അടയാളപ്പെടുത്തി നൽകിയ സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർ ഉള്ളുനീറിയാണ് കഴിയുന്നത്. ചെറിയൊരാവശ്യത്തിന് പോലും 12 കിലോമീറ്റർ ദൂരെയുള്ള മേപ്പാടിയിൽ എത്തണം ഇവർക്ക്. ചൂരൽമല കൊച്ചു ടൗണിലെ ഈ ബാരിക്കേഡുകൾക്കപ്പുറം കടക്കാൻ പാസു വേണം. തീർത്തും വിജനം. ഒരു വലിയ ദുരന്തം നാടിനെ വിഭജിച്ച വിധമാണിത്. സർക്കാർ സുരക്ഷിതവും അല്ലാത്തതുമായ സ്ഥലങ്ങൾ ഗോസോൺ, നോ ഗോസോൺ എന്ന് കല്ലുകൾ നാട്ടി തിരിച്ചിട്ടുണ്ട്. ദുരന്തം കഴിഞ്ഞ് 1 വർഷമായെങ്കിലും എങ്ങും അവശേഷിപ്പുകൾ. സുരക്ഷിതമായ സ്ഥലങ്ങളിൽ കഴിയുന്നവർ ആ ദുരന്തത്തിന്റെ ആഴം വിട്ടുമാറാതെ വിലപിക്കുന്നു. ടൂറിസമായിരുന്നു ചൂരൽമല, മുണ്ടക്കൈ, പുത്തുമല എന്നിവിടങ്ങളിലെ എല്ലാം പ്രധാന വരുമാന മാർഗം. ഇപ്പോൾ മനുഷ്യരില്ല, എല്ലാം നിലച്ചു. ഇപ്പോഴത്തെ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വളരെ ദുരിതത്തിലാണ് ജീവിക്കുന്നത്. കാരണം മരിച്ചവരെക്കായും ദുരിതം അനുഭവിച്ചിട്ടാണ് ഇപ്പം ഞങ്ങൾ ജീവിക്കുന്നത്. വീട് നിലവിൽ നിൽക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ഞങ്ങളൊക്കെ മരിച്ചിട്ട് ജീവിച്ച ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഞങ്ങൾ ജീവിക്കുന്നത്. കാരണം ഈ ഒരു അവസ്ഥയിൽ എന്താ പറയുക, ജീവിക്കേണ്ടിയിരുന്നു എന്നുള്ള ഒരു തോന്നലും കൂടെ ഞങ്ങൾക്ക് പല സമയത്തും വന്നിട്ടുണ്ട്. ചൂരൽമലയിലെ ബാരിക്കേഡിനപ്പുറം മുഹമ്മദിന്റെ ഒരു കട മാത്രമാണ് ഇന്ന് പ്രവർത്തിക്കുന്നത്. പണ്ടുമുതലേയുള്ള ശീലമായതിനാൽ അദ്ദേഹം അതിരാവിലെ വന്ന് തുറക്കും. ആരും വരാനില്ല. 9 മണിയോടെ അടച്ച് തിരിച്ചു പോകും. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. കാരണം പരിപാടികളൊന്നും നടക്കുന്നില്ല. കാരണം അത്രയും സുഖമായി ജീവിച്ചിരുന്ന ആളുകളാണ് ഞങ്ങൾ ഈ ഗ്രാമത്തിൽ. എല്ലാവരും പരസ്പരം സ്നേഹം കൊണ്ടും എല്ലാം മൊത്തത്തിൽ. ഇപ്പം പിന്നെ ഞങ്ങൾ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ കടക്കാർക്ക് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കട ആരും തുറക്കണില്ല. ഞാൻ തന്നെ രാവിലെ കാരണം ഒരു അരമണിക്കൂർ തുറക്കും. ഇതൊന്ന് കാറ്റൊക്കെ ഒന്ന് കൊള്ളിച്ചുകൊണ്ട് ഇറങ്ങി പോവുകയും ചെയ്യും. അത്ര കച്ചവടമൊന്നുമില്ല. ചെറിയ ആവശ്യങ്ങൾക്ക് പോലും അരമണിക്കൂർ യാത്ര ചെയ്ത് മേപ്പാടിയിലെത്തണം. ഒരു മെഡിക്കൽ ഷോപ്പ് പോലുമില്ല. പ്രധാന ഓഫീസുകളെല്ലാം മേപ്പാടിയിലേക്ക് മാറി. ഇടയ്ക്ക് ചൂരൽമലയിൽ നിന്നുള്ള KSRTC ബസ്സുകളാണ് ആശ്രയം. ഉരുൾപൊട്ടിയ സ്ഥലങ്ങളെല്ലാം കാടുമൂടാൻ തുടങ്ങിയതോടെ വന്യമൃഗശല്യവും രൂക്ഷമാകുന്നു. ദുരന്തം നേരിട്ട് ബാധിച്ചില്ലെങ്കിലും അതിന്റെ ആഘാതത്തിൽ നിന്ന് മുക്തരല്ല മുണ്ടക്കൈ, ചൂരൽമലയോട് ചേർന്ന് കിടക്കുന്ന നാടും മനുഷ്യരും. അവരെ കൂടി പരിഗണിച്ചാൽ മാത്രമേ യഥാർത്ഥ പുനരധിവാസം ലക്ഷ്യം കാണും. ചൂരൽമലയിൽ നിന്ന് മനു ദാമോദരനൊപ്പം വിപിൻ സി വിജയൻ, 24. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വെല്ലുവിളി ഏറ്റെടുത്ത പ്രതിപക്ഷ നേതാവ് VD സതീശനെ പിന്തുണച്ച് UDF ഘടകകക്ഷി നേതാക്കളും VD സതീശനെ രാഷ്ട്രീയ വനവാസത്തിന് അയക്കില്ല എന്നായിരുന്നു മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ പ്രതികരണം. വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് നേതാക്കളായ VM സുധീരനും K മുരളീധരനും മുല്ലപ്പള്ളി രാമചന്ദ്രനും രംഗത്തെത്തി. UDFനെ അധികാരത്തിലെത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ വനവാസത്തിന് പോകുമെന്ന VD സതീശന്റെ വെല്ലുവിളിക്ക് നേതാക്കളുടെ പിന്തുണ. പ്രതിപക്ഷ നേതാവിനേക്കാൾ ആത്മവിശ്വാസം തങ്ങൾക്കെന്ന മുസ്ലിം ലീഗ് നേതാക്കൾ. അദ്ദേഹത്തെ വനവാസത്തിന് പോകാൻ ഞങ്ങൾ സമ്മതിക്കൂല. ആ പേടി പേടിക്കണ്ട. അദ്ദേഹത്തെക്കാളും ഇരട്ടി കോൺഫിഡൻസ് ആണ് ഈ കാര്യത്തിൽ മുസ്ലിം ലീഗിലുള്ളത്. വെല്ലുവിളി ഏറ്റെടുക്കാനുള്ള ആത്മവിശ്വാസം മുന്നണിയുടെ ശക്തിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അത് ഞങ്ങളുടെ കോൺഫിഡൻസ് ആണ്. ഞങ്ങൾക്ക് ഉറപ്പായി ഉജ്ജ്വലമായ ഭൂരിപക്ഷത്തോടുകൂടി തിരിച്ചു വരാൻ കഴിയും എന്നുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച കോൺഗ്രസ് നേതാക്കളും രംഗത്തെത്തി. പ്രയോഗിക്കുന്ന വാക്കുകളിൽ വെള്ളാപ്പള്ളി നടേശൻ അന്തസ്സ് കാണിച്ചില്ലെന്ന് K മുരളീധരൻ. ആ സഭയുടെ സ്ഥാനത്ത് ഇരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം പാലിക്കേണ്ടതായിട്ടുള്ള അന്തസ്സ് പരിപാലിച്ചിട്ടില്ല. വെള്ളാപ്പള്ളി നടേശൻ വർഗീയ വിഷം വമിപ്പിച്ച് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹ്യ അന്തരീക്ഷത്തെ മലിനപ്പെടുത്തുന്നുവെന്ന് VM സുധീരൻ ആരോപിച്ചു. 24 തിരുവനന്തപുരം. KPCC നേതൃതലത്തിലും DCC തലത്തിലുമുള്ള പുനഃസംഘടന അടുത്ത മാസം ആദ്യവാരം പൂർത്തിയാക്കാൻ ധാരണ. കുറഞ്ഞത് 9 DCC അധ്യക്ഷന്മാർ എങ്കിലും മാറുമെന്നുള്ള കാര്യം ഉറപ്പായി. പരിചയസമ്പന്നരും യുവാക്കളുമടങ്ങുന്ന ഊർജ്ജസ്വലമായ നേതൃനിരയെ കൊണ്ടുവരാനാണ് KPCC നേതൃത്വത്തിലെ ധാരണ. KPCC വൈസ് പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ, DCC അധ്യക്ഷന്മാർ എന്നീ തസ്തികകൾ പുനഃസംഘടന നടത്തുന്നത് സംബന്ധിച്ചാണ് ചർച്ചകൾ പുരോഗമിക്കുന്നത്. സംസ്ഥാനത്തെ പ്രധാന നേതാക്കളുമായി ചർച്ച നടത്തി ഓഗസ്റ്റ് ആദ്യവാരം പട്ടിക ഹൈക്കമാൻഡിന് കൈമാറാനാണ് നേതൃതലത്തിലെ ധാരണ. അടുത്തിടെ മാത്രം നിയമിതനായ തൃശൂർ DCC അധ്യക്ഷനൊഴികെ എല്ലാ ജില്ലാ അധ്യക്ഷന്മാരും മാറണമെന്ന് അഭിപ്രായമുണ്ടെങ്കിലും കുറഞ്ഞത് 9 ജില്ലാ നേതൃത്വമെങ്കിലും അഴിച്ചുപണി നടക്കുമെന്ന് ഉറപ്പായിട്ടുണ്ട്.
തിരുവനന്തപുരത്ത് ചെമ്പഴന്തി അനിൽ, മണക്കാട് സുരേഷ്, MJ ആനന്ദ്, T ശരത്ചന്ദ്രപ്രസാദ് എന്നിവരാണ് സാധ്യതാ പട്ടികയിലുള്ളത്. കൊല്ലത്ത് ഏരൂർ സുഭാഷ്, MM നസീർ, സൂരജ് രവി, P ജെർമിയാസ് എന്നിവരെയാണ് പരിഗണിക്കുന്നത്. പത്തനംതിട്ടയിൽ പഴകുളം മധു, ജോർജ് മാമൻ കുണ്ടൂർ, അനീഷ് വരിക്കണ്ണാമല, A സുരേഷ് കുമാർ എന്നിവരും ലിസ്റ്റിലുണ്ട്. ആലപ്പുഴയിൽ KP ശ്രീകുമാർ, KR മുരളീധരൻ, B ബൈജു, AK രാജൻ എന്നിവരിൽ ഒരാൾക്കാണ് സാധ്യത. കോട്ടയത്ത് ഫിൽസൽ മാത്യു, ബിജു പുന്നത്താനം, CB ചേനപ്പാടി, ഫിലിപ്പ് ജോസഫ് എന്നിവരെയും ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നു. ഇടുക്കിയിൽ അഡ്വക്കേറ്റ് S അശോകൻ, ജോയ് വെട്ടിക്കുഴി, വിജോ മാണി എന്നിവരിൽ ഒരാൾക്കാണ് ജില്ലാ അധ്യക്ഷ സ്ഥാനത്തേക്ക് സാധ്യത. പാലക്കാട് സുമേഷ് അച്യുതനെയും PV രാജേഷിനെയും ജില്ലാ അധ്യക്ഷനായി പരിഗണിക്കുന്നു. വയനാട് കൽപ്പറ്റ നഗരസഭാ ചെയർമാൻ TJ ഐസക്, PD സജി എന്നിവരുടെ പേരിനാണ് മുൻതൂക്കം. കാസർഗോഡ് ജില്ലയിൽ K നീലകണ്ഠനും BM ജമാലുമാണ് പട്ടികയിലുള്ളത്. R ശ്രീജിത്ത്, 24 തിരുവനന്തപുരം. ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ ഗുരുതര വീഴ്ച ചൂണ്ടിക്കാട്ടി ജയിൽ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട്. കണ്ണൂർ സെൻട്രൽ ജയിലിലെ അസിസ്റ്റന്റ് സൂപ്രണ്ട് ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഗുരുതര വീഴ്ചയുണ്ടായെന്നും ജയിൽ ചാട്ടത്തിൽ ഗോവിന്ദച്ചാമിക്ക് ആരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഉത്തരമേഖല ജയിൽ DIGയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ നടപടികൾക്ക് സാധ്യത. കൊടും കുറ്റവാളി ഗോവിന്ദച്ചാമിയുടെ ജയിൽ ചാട്ടത്തിൽ അടിമുടി പിഴവുണ്ടായെന്ന് വ്യക്തമാക്കുന്നതാണ് അന്വേഷണ റിപ്പോർട്ട്. ആഴ്ചകളെടുത്ത് ഗോവിന്ദച്ചാമി സെല്ലിലെ കമ്പികൾ മുറിച്ചത് അറിയാതിരുന്നത് പരിശോധനയുടെ കുറവാണ്. സെല്ലിനുള്ളിലേക്ക് കൂടുതൽ തുണികൾ കൊണ്ടുവന്നത് കണ്ടെത്താനാകാത്തതും ന്യായീകരിക്കാനാവില്ല. ജയിൽ ചാടിയ ദിവസം രാത്രി പരിശോധന രേഖകളിൽ ഒതുങ്ങി. 2 മണിക്കൂർ ഇടവിട്ട് സെൽ പരിശോധിക്കണമെന്ന ചട്ടം നടപ്പായില്ല. സെൽ മുറിയിൽ കണ്ട ഡമ്മി ഗോവിന്ദച്ചാമിയാണെന്ന് തെറ്റിദ്ധരിച്ചതുപോലും വലിയ വീഴ്ചയാണെന്നും DIG റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തുന്നു. രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന 4 ജീവനക്കാരെ ഇതിനകം സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇവരെ നിയന്ത്രിക്കേണ്ട അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ടിനെതിരെ അടക്കം നടപടി വേണമെന്നും റിപ്പോർട്ടിലുണ്ട്. അതേസമയം ഗോവിന്ദച്ചാമിക്ക് സഹായം ലഭിച്ചു എന്ന ആക്ഷേപത്തെ ഉത്തരമേഖല ജയിൽ DIG V ജയകുമാർ പൂർണ്ണമായും തള്ളുകയാണ്. തടവുകാരുടെയോ ഉദ്യോഗസ്ഥരുടെയോ സഹായം ലഭിച്ചിട്ടില്ല. അതുകൊണ്ടാണ് സെല്ലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം 3 മണിക്കൂറോളം ഗോവിന്ദച്ചാമിക്ക് ജയിൽ കോമ്പൗണ്ടിൽ കഴിയേണ്ടി വന്നത്. ജീവനക്കാരുടെ കുറവ് വീഴ്ചയ്ക്ക് കാരണമായി എന്ന് ജയിൽ മേധാവിക്ക് നൽകിയ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. റിപ്പോർട്ട് പരിശോധിച്ച് ആഭ്യന്തര വകുപ്പ് തുടർ നടപടി സ്വീകരിക്കും. 24 തിരുവനന്തപുരം. ഇപ്പോൾ കൊല്ലത്തുനിന്നൊരു വാർത്ത വരുന്നുണ്ട്. +2 വിദ്യാർത്ഥി ജീവനൊടുക്കാൻ ശ്രമിച്ചു. പ്രധാന അധ്യാപികയുടെ മാനസിക പീഡനമെന്ന പരാതി. ഓടനാവട്ടം KRGP MHSSലെ വിദ്യാർത്ഥിയാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത് എന്നാണ് അവിടെ നിന്ന് സുജിത്ത് ഇപ്പോൾ അറിയിക്കുന്നത്. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് KSEBിക്ക് കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമെന്ന് വൈദ്യുതി മന്ത്രി K കൃഷ്ണൻകുട്ടി. സംസ്ഥാനത്താകെ 10,000-ഓളം പോസ്റ്റുകൾ തകർന്നു. കൃത്യമായി നഷ്ടം കണക്കാക്കാൻ നാളെ യോഗം ചേരും. തകരാറിലായ വൈദ്യുതി ബന്ധം 90% പൂർവ്വസ്ഥിതിയിലാക്കിയെന്നും മന്ത്രി 24നോട് പറഞ്ഞു. ഞങ്ങൾ നാളെ ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. കോടികളുടെ നഷ്ടം ഉണ്ടാവും. കറണ്ട് വരുന്ന സാധനങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ പരിഹരിക്കാൻ കഴിയും. കറണ്ട് ഇല്ലാത്ത കഴിയുന്നതാണ്. ഒരു 2 ദിവസത്തിനുള്ളിൽ തന്നെ കഴിയും. എന്നാലും ആ പോസ്റ്റ് മാറ്റലും ഇതൊക്കെ വേണമല്ലോ. ജനങ്ങളുടെ പ്രയാസം വളരെ വലുതാണ്. അതിനേക്കാളും വലിയ പ്രയാസമാണ് ജീവനക്കാരുടെ. രാത്രിയും പകലില്ലാണ്ട് ആ പാവങ്ങൾ ആക്സിഡൻ്റ് ആകുന്നത്. ശ്രീജിത്ത് ശ്രീകുമാറിനുണ്ട് ഇപ്പോൾ പാലക്കാട് എന്ന് പറയുന്നത്. ശ്രീജിത്ത്, എന്തൊക്കെ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് ഇപ്പോൾ? ശ്രീജിത്ത്, KSEBിക്ക് കോടികളുടെ നഷ്ടമാണ് ഈ 4 ദിവസം തിമിർത്തു പെയ്ത കാലവർഷത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ് വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി അറിയിച്ചിട്ടുള്ളത്. സംസ്ഥാനത്താകെ 10,000-ഓളം പോസ്റ്റുകളാണ് ഇതിനകം തന്നെ ഒടിഞ്ഞ് വീണിരിക്കുന്നത്. പലയിടങ്ങളിലും വൈദ്യുതി ബന്ധം ഇപ്പോഴും പുനഃസ്ഥാപിക്കാനായിട്ടില്ല. അത് മണ്ണാർക്കാട്, കാഞ്ഞിരപ്പുഴ അടക്കമുള്ള പാലക്കാട് ജില്ലയുടെ മേഖലകളിൽ തന്നെ ഇപ്പോഴും ഒരു 4-5 ദിവസമായി പലയിടങ്ങളിലും വൈദ്യുതി ഇല്ല. ഇവിടങ്ങളിലൊക്കെ ട്രാൻസ്ഫോമറിലും പോസ്റ്റുകൾക്കും മേലൊക്കെ വലിയ മരങ്ങൾ വീണിരിക്കുകയാണ്. ഇതെല്ലാം മുറിച്ചു മാറ്റുന്ന ഒരു നടപടിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. കോടികളുടെ നഷ്ടം ഉണ്ടായി എന്ന് മന്ത്രി പറയുന്നു. അത് എത്ര കോടിയുടെ നഷ്ടമാണ് എന്നത് കണക്കാക്കാൻ നാളെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. മന്ത്രി ഉൾപ്പെടെ പങ്കെടുത്താണ് KSEBിയുടെ അടിയന്തര യോഗം വിളിച്ചു ചേർത്തിട്ടുള്ളത്. ഇതിനുശേഷം അതിന്റെ ഒരു കണക്ക് കൂടി നൽകാമെന്ന് പറയുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കാര്യം, ഈ സംസ്ഥാനത്ത് ഈ വൈദ്യുതി തടസ്സം നേരിടുന്നത്, അതായത് ഈ വൈദ്യുതി വരാൻ ഇനിയും കാലതാമസം എടുക്കുമെന്നൊരു സൂചനയാണ് മന്ത്രി നൽകുന്നത്. 90%-ഓളം ഇത്തരത്തിൽ വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞെങ്കിലും ഇനിയും 2 ദിവസം കൂടിയെടുക്കും. കൂടുതൽ മേഖലകളിലേക്ക് വൈദ്യുതി എത്താൻ, പോയ വൈദ്യുതി കുറെ കൂടി തിരിച്ചെത്താൻ ആ സമയം എടുക്കുമെന്നാണ് പറയുന്നത്. 15 ദിവസത്തിനകം പൂർണ്ണമായ തോതിലേക്ക് മാത്രമേ മാറാൻ കഴിയുകയുള്ളൂ എന്നും മന്ത്രി പറയുന്നുണ്ട്. അതായത് നാളെയാണ് യോഗം. ആ യോഗത്തിൽ എത്ര കോടി രൂപയുടെ നഷ്ടം ഉണ്ടായി എന്നത് മന്ത്രി വിശദീകരിക്കും. ശരി, ശ്രീകുമാറാണ് വിവരങ്ങൾ നൽകിയത്. UDF പ്രതിനിധി സംഘം ഛത്തീസ്ഗഡിലെത്തിയിരുന്നവർ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. NK പ്രേമചന്ദ്രൻ MP സംസാരിക്കുന്നു. അതിനെ സംബന്ധിച്ചൊന്നും ഞങ്ങൾ ഈ അവസരത്തിൽ പ്രതികരിക്കുന്നില്ല. ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നു
4 പാർലമെന്റ് അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു നിയമസഭാംഗവും ഉൾപ്പെടെയുള്ള ജനപ്രതിനിധി സംഘത്തിന് ജയിലിൽ കഴിയുന്ന കേരളത്തിൽ നിന്നുള്ള 2 കന്യാസ്ത്രീ സഹോദരിമാർ ജയിലിൽ അടക്കപ്പെട്ടവരെ കാണാനും കാര്യങ്ങൾ മനസ്സിലാക്കാനുമുള്ള അവസരമില്ല. ഒരു നിയമസഭാംഗമോ ജനപ്രതിനിധിയോ അല്ലാത്ത BJPയുടെ നേതൃത്വത്തിലുള്ളവർക്ക് കാണാനുള്ള അവസരവും കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ വളരെ സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയമാണ്, നിഷേധാത്മകമായിട്ടുള്ള രാഷ്ട്രീയമാണ് ഈ കാര്യത്തിൽ കാണിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ശ്രീ അരുൺ വോറ, അദ്ദേഹമാണ് ഈ പരിപാടികൾ ഇവിടെ കോർഡിനേറ്റ് ചെയ്ത്. നിങ്ങൾ അദ്ദേഹത്തോട് ചോദിച്ചാൽ അദ്ദേഹം അതിൻ്റെ നിജസ്ഥിതി പറയും. അതുകൊണ്ട് കാണാനുള്ള അനുമതി കിട്ടുമെന്നാണ് ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ എത്തിച്ചേർന്നത്. അതിനുള്ള അതിശക്തമായ പ്രതിഷേധം ഈ കാര്യത്തിലുള്ള, കാരണം BJPയുടെ പ്രതിനിധി സംഘത്തിന് അനുമതി കൊടുക്കുകയും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനപ്രതിനിധികൾ അടങ്ങുന്ന, അവരുടെ രക്തബന്ധുക്കൾ അടങ്ങുന്നവരുടെ ഡെലിഗേഷനെ സംബന്ധിച്ചിടത്തോളം കാണാൻ അനുവാദം കൊടുക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ കനത്ത രാഷ്ട്രീയ വിവേചനമാണ്, ജനാധിപത്യ ധ്വംസനമാണ്. അതിലുള്ള അതിശക്തമായ പ്രതിഷേധം കൂടി ഞങ്ങൾ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. പാർലമെന്റിൽ സ്പീക്കറുടെ ശ്രദ്ധയിൽ കൊണ്ടുവരും, നാളെ കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരും. അതിശക്തമായ പ്രതിഷേധം ഞങ്ങൾ പാർലമെന്റിൽ ഉയർത്തിക്കൊണ്ടുവരും. ഇവിടെ ഞങ്ങൾക്ക് കാണാൻ അനുമതി നിഷേധിച്ചത് ഈ സിസ്റ്റർമാരുടെ അറസ്റ്റിൽ കൂടുതൽ ദുരൂഹതയുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഞങ്ങൾക്ക് കാണാൻ അനുമതി നിഷേധിച്ചത് ഈ അറസ്റ്റിലും ഇവിടെ എടുത്തിരിക്കുന്ന നടപടിയിലും കൂടുതൽ ദുരൂഹത വർദ്ധിപ്പിക്കുകയാണ്. കാരണം ഞങ്ങൾ പാർലമെന്റ് മെമ്പർമാരാണ്. നേരത്തെ പ്രേമൻ സൂചിപ്പിച്ചതുപോലെ ഞങ്ങൾ ഇവിടെ വരുമെന്നും ഞങ്ങൾക്ക് കാണാൻ അനുവദിക്കണമെന്നും ഞങ്ങളുടെ കൂടെ ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട സിസ്റ്ററുടെ സഹോദരനുണ്ട് എന്നും അവിടുത്തെ ലോക്കൽ MLA ഉണ്ട് എന്നും ഞങ്ങൾ നേരത്തെ ജയിലർക്കും ബന്ധപ്പെട്ട അധികാരികൾക്കും ഞങ്ങൾ അറിവ് നൽകിയിരുന്നു. അതനുസരിച്ച് ബഹുമാന്യനായ 4 ടൈം MLA ആയിരിക്കുന്ന ഓറ ഈ ജയിൽ അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോൾ ഞങ്ങൾക്ക് 12:30-ക്കും 12:45-നും ഇടയ്ക്ക് ഇവിടെ വന്ന് കാണാൻ അനുമതി ലഭിച്ചു എന്ന് പറഞ്ഞു. ഞങ്ങളിവിടെ വന്നതിന് ശേഷം ഇവിടെ നിന്നും ഇപ്പോൾ അനുമതി ലഭിക്കാതിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ വന്നപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കിയത് BJPയുടെ ഒരു പ്രതിനിധി ഇവിടെ വന്ന് അകത്ത് പോയി ഇവിടെ ഈ സിസ്റ്റേഴ്സിനെ കണ്ടു. അപ്പോൾ BJPയുടെ പ്രതിനിധിക്ക് ജയിലറെ കണ്ട് ഈ സിസ്റ്റേഴ്സിനെ കണ്ട് സംസാരിക്കാനുള്ള അനുമതി കൊടുക്കുകയും പാർലമെന്റ് മെമ്പർമാരായ ഞങ്ങൾക്ക് MLA ആയ ശ്രീ റോജി M. ജോണിന് ഈ സിസ്റ്ററിന്റെ സഹോദരനായ ബൈജുവിന് അനുമതി കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നതിന്റെ പിന്നിലുള്ള ദുരൂഹതയാണ് ഇനി അന്വേഷിക്കേണ്ടത്. അപ്പൊ ഇത് മനഃപൂർവ്വമാണ്. ശരി, ഏതായാലും ഇപ്പോൾ ആ കന്യാസ്ത്രീകളെ കാണാൻ അനുമതി കിട്ടിയില്ല. UDF പ്രതിനിധി സംഘത്തിന് അതിൽ ശക്തമായ പ്രതിഷേധം അവർ ഉയർത്തുന്നു, വിമർശനം ഉന്നയിക്കുന്നു. മതപരിവർത്തനത്തിന് ശ്രമിക്കുന്നതിനിടയിലാണ് മലയാളി കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത് എന്ന ബജ്രംഗ് ദൾ വാദം പൊളിയുന്നു. മാതാപിതാക്കളുടെ അനുമതിയോടെയാണ് കന്യാസ്ത്രീകൾക്കൊപ്പം എത്തിയത് എന്ന് പെൺകുട്ടികൾ പ്രതികരിച്ചു. ബജ്രംഗ് ദൾ പ്രവർത്തകർ തന്നെ പോലീസ് സ്റ്റേഷനിൽ വെച്ച് പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. 24 എക്സ്ക്ലൂസീവ്. വെള്ളിയാഴ്ച ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ എത്തിയ പെൺകുട്ടികളെയും മലയാളി കന്യാസ്ത്രീകളെയും ബജ്രംഗ് ദൾ പ്രവർത്തകരാണ് തടഞ്ഞ് പോലീസിൽ ഏൽപ്പിച്ചത്. പോലീസ് സാന്നിധ്യത്തിൽ പ്രവർത്തകർ കന്യാസ്ത്രീകളെ ഭീഷണിപ്പെടുത്തുന്നതിന്റെയും ചോദ്യം ചെയ്യുന്നതിന്റെയും ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിനു പിന്നാലെയാണ് പെൺകുട്ടികളുടെ പ്രതികരണം. മനുഷ്യക്കടത്ത്, മതപരിവർത്തന ആരോപണങ്ങൾ തള്ളുന്നതാണ് പെൺകുട്ടികളുടെ പ്രതികരണം. തങ്ങൾ 5 വർഷമായി ക്രൈസ്തവ വിശ്വാസികളാണ്. കന്യാസ്ത്രീകളെ നാരായൺപൂരിലെ ആശുപത്രിയിൽ ജോലി ചെയ്യുമ്പോൾ മുതൽ അറിയാം. തങ്ങളെ ആരും നിർബന്ധിച്ചിട്ടില്ലെന്നും പെൺകുട്ടികളും സഹായിയും പറയുന്നു. हम लोग को बोले कि खाना बनाओ 2-3 साल, तब आप लोग को हम लोग धीरे धीरे ट्रेनिंग सिखाएंगे. नर्स का मम्मी पापा से भी बात हुआ तो मम्मी पापा लोग ठीक है तो चले जाओ. പുറത്തു വന്ന പ്രതികരണം പ്രതീക്ഷ നൽകുന്നതാണെന്ന് കന്യാസ്ത്രീകളുടെ കുടുംബം. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു ആശ്വാസമാണ്. ഞങ്ങൾക്ക് നീതി കിട്ടാൻ മുന്നോട്ടൊരു പടിയും കൂടി ആയി എന്നാണ് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത്. ബാക്കി ഡീറ്റെയിൽസ് ഒന്നും നമുക്ക് അവിടെ അറിയാത്തത് കൊണ്ട് നമുക്കത് വ്യക്തമായിട്ടൊന്നും പറയാനും പറ്റുന്നില്ല. ക്രൈസ്തവ വിശ്വാസികളാണെന്നും സമ്മതത്തോടെയാണ് ആഗ്രയിലേക്ക് പോകാൻ ഇറങ്ങിയതെന്നും പെൺകുട്ടികൾ തന്നെ സമ്മതിച്ചതോടെ കേസ് തള്ളിപ്പോകും എന്ന പ്രതീക്ഷയിലാണ് സഭ. 24 ഛത്തീസ്ഗഡ്. ക്രൈസ്തവ സഭകളെ പരോക്ഷമായി വിമർശിച്ച് മന്ത്രി P. രാജീവ്. താൽക്കാലിക ലാഭത്തിനു വേണ്ടി വർഗീയ കക്ഷികളെ പിന്തുണച്ചവർക്കുള്ള മുന്നറിയിപ്പാണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അറസ്റ്റ്. താൽക്കാലികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി ഒത്തുതീർപ്പിനും കീഴടങ്ങലിനും തയ്യാറാകുന്നവർ ഒപ്പം നിൽക്കുന്ന വലിയൊരു വിഭാഗത്തെ അപകടത്തിലേക്കും മരണത്തിലേക്കും നയിക്കുന്നുവെന്നാണ് മന്ത്രിയുടെ വിമർശനം.
പാഠം ഉൾക്കൊള്ളുക. നമ്മളെല്ലാം കാണേണ്ടത് താൽക്കാലികമായ ചില നേട്ടങ്ങൾക്ക് വേണ്ടി ഒത്തുതീർപ്പിനും കീഴടങ്ങലിനും തയ്യാറാകുന്ന ആളുകൾ അവരെ വിശ്വസിച്ചിട്ടോ അവരോടൊപ്പം നിൽക്കുകയോ ചെയ്യുന്ന വലിയൊരു വിഭാഗത്തെ അപകടത്തിലേക്കും മരണത്തിലേക്കും ജയിലിലേക്കുമൊക്കെയാണ് അയക്കുന്നത്. ബി.ജെ.പിയുടെ ക്രൈസ്തവ സ്നേഹം കേരളത്തിൽ മാത്രമെന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ ബി.ജെ.പിയെ മനസ്സിലാക്കുന്നതിൽ സഭാ നേതൃത്വത്തിന് വീഴ്ച പറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ മാത്രമേ ക്രിസ്ത്യാനികളോട് ബി.ജെ.പിക്ക് ഇഷ്ടമുള്ളൂ. കേരളത്തിന് പുറത്ത് ഇന്ത്യയിൽ മുസ്ലിം വിഭാഗത്തിനെ എങ്ങനെയാണോ ബി.ജെ.പി കാണുന്നത് അതേ രീതിയിൽ തന്നെയാണ് കേരളത്തിന് പുറത്തുള്ള ക്രിസ്ത്യാനികളെ അവർ കാണുന്നത്. ഇപ്പം കേരളത്തിൽ ഒരു എന്താ പറയണ്ടത്, ജയിക്കണമെങ്കിൽ ക്രൈസ്തവ വോട്ടും കൂടെ വേണം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടെ മാത്രം നടത്തുന്നൊരു ഓപ്പറേഷനാണ്. അതിലൊക്കെ ചില സംഘടനകൾ കേരളത്തിൽ വീണുപോയതിൻ്റെ ഉദാഹരണമാണ് തൃശ്ശൂരുണ്ടായത്. അത് നേരത്തെ തന്നെ അവർ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കേണ്ടതായിരുന്നു. അത് മനസ്സിലാക്കുന്നതിൽ അവർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട്. അല്ലായിരുന്നെങ്കിൽ ഒരിക്കലും കേരളത്തിൽ നിന്ന് ഒരു MP ബി.ജെ.പിക്ക് ഉണ്ടാകുമായിരുന്നില്ല.